GS വ്ലോഗ് പാറശാല വീഡിയോയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യാണ്. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടല്ലോ അല്ലേ? ഞങ്ങളും സുഖമായിരിക്കുകയാണ്. പ്രഭിന് ചെറിയ ചെറിയ ശാരീരിക ബുദ്ധിമുട്ട് കാരണമാണ് അവനെ നമുക്ക് ഈ ഒരു 2 ദിവസം കൊണ്ട് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങളെല്ലാവരും അവന് വേണ്ടി ഒന്നും കൂടെ പ്രാർത്ഥിക്കാം, മനസ്സൊരുക്കി തന്നെ പ്രാർത്ഥിക്കുക. ഓക്കെ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ഇന്നലെ ഒരു വാർത്ത ഞാൻ കേൾക്കാനിടയായി. 19 വയസ്സുകാരിയുമായി ബന്ധപ്പെട്ട് ഒരു ന്യൂസാണ് കേൾക്കാനിടയായി. വളരെ അത് കേട്ടപ്പോൾ സങ്കടം തോന്നി. അപ്പോൾ എനിക്ക് തോന്നി ഞാനും ഈ ഒരു പ്രായമൊക്കെ കഴിഞ്ഞ് വന്നതാണല്ലോ. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് നമ്മുടെ മുന്നിലും മക്കളുണ്ട്. അപ്പോൾ നമ്മുടെ സമൂഹത്തുള്ള ആ കൊച്ചുമക്കൾക്കൊക്കെ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു കാര്യം പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക, കമൻ്റ് ഇടുക. കൂട്ടത്തിൽ പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ് ചെയ്യുക കൂടെ ചെയ്യുക. ഓക്കെ. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ ഒരു സംഭവം നടന്നത് ആലപ്പുഴ ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിലാണ് ഈ ഒരു സംഭവം നടന്നത്. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം കുട്ടിക്ക് വയറുവേദന കാരണം ഹോസ്പിറ്റലിൽ ചെല്ലുകയും ആ ഹോസ്പിറ്റൽ അധികൃതർക്ക് ഒരു ചെറിയൊരു സംശയം ഈ കുട്ടിയിൽ തോന്നുകയും സ്കാനും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി കുട്ടിയെ അഡ്മിറ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. അങ്ങനെ സ്കാനിങ് ഒന്നും നടന്നില്ല. അതിന് മുന്നായിട്ട് തന്നെ കുട്ടിക്ക് വയറുവേദന കൂടുതലായി ബാത്റൂമിൽ ചെല്ലുകയും ഈ ബാത്റൂമിൽ തന്നെ കുട്ടിയെ പ്രസവിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് ഈ കൊടിവള്ളി, അതായത് ഈ കുടലുകൾ സ്വന്തം കൈകൊണ്ട് തന്നെ നുള്ളി മുറിച്ച് മാറ്റുകയും ഈ കുഞ്ഞിനെ ടോയ്ലറ്റിൻ്റെ ജനലഴികളിൽ കൂടി പുറത്തേക്ക് വലിച്ചെറിയുകയും ഈ ഒരു 19 വയസ്സുകാരി ചെയ്തു. ചോദിച്ചപ്പോൾ പറയണത് പുറത്തിറങ്ങി നടക്കണം എന്നുള്ള രീതിയിലുള്ള കുറേ ന്യായീകരണങ്ങളാണ് ഈ കുട്ടി പറയുന്നത്. പക്ഷേ കുട്ടിയുടെ കരച്ചിൽ കേട്ടിട്ടാണ് ആശുപത്രി അധികൃതരെല്ലാം വന്നുകൂടി കുട്ടിയെ ഉടനെ തന്നെ അതിൻ്റേതായിട്ടുള്ള പ്രാഥമിക ശുശ്രൂഷകളൊക്കെ കൊടുക്കുകയും ഇപ്പോൾ കുട്ടിക്ക് ഒരു കുഴപ്പവുമില്ല. ഇപ്പോൾ കുട്ടി വണ്ടാരം മെഡിക്കൽ കോളേജിലാണ് അഡ്മിറ്റ് ചെയ്ത് ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു കുഴപ്പമില്ല, നല്ല രീതിയിൽ ആരോഗ്യം മെച്ചപ്പെട്ടു എന്ന് തന്നെയാണ് ഡോക്ടറുടെ മൊഴി. കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇന്ന് തന്നെ ഈ ഒരു പെൺകുട്ടിക്കെതിരെ FIR ഇട്ട് കഴിഞ്ഞു, കേസെടുത്തു. അപ്പോൾ ഇതുമായിട്ട് എനിക്ക് പറയാനുള്ളതെന്ന് പറയുമ്പോൾ ഈ കുഞ്ഞിനെ വലിച്ചെറിയുന്ന സമയത്ത് അവൾക്ക് പുറത്തിറങ്ങി നടക്കണം എന്ന് അവൾക്ക് തോന്നിയെങ്കിൽ അതിനു മുന്നേ ഈ ഒരു തെറ്റ് ചെയ്ത സമയത്ത് ഇങ്ങനെയൊരു കാര്യം ഈ കുട്ടിക്ക് തോന്നിയില്ലായിരുന്നു എന്നാണ് എനിക്ക് ചോദിക്കാനുള്ള, കുട്ടിയോട് ചോദിക്കാനുള്ള കാര്യമാണ്. ഇന്ന് ആ കുഞ്ഞിനെ പ്രസവിച്ചപ്പോൾ അതിനെ വലിച്ചെറിയണമെന്ന് തോന്നി, അതിൻ്റെ മുഖം കണ്ടപ്പോൾ വലിച്ചെറിയണം എന്നാണ് കുട്ടിക്ക് തോന്നിയത്. ഇത്രയൊക്കെ നാണക്കേട് സഹിക്കാമെങ്കിൽ ആ ഒരു കുഞ്ഞിൻ്റെ മുഖം നോക്കി എങ്ങനെ വലിച്ചെറിയാനാണ് തോന്നിയത്? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു ആണ് ഇല്ലാതെ ഈ ഒരു സംഭവം വരില്ലല്ലോ. അപ്പോൾ ആ ആണ് ഇന്ന് നിന്നെ വേണ്ട എന്ന് കളഞ്ഞ് മറ്റൊരാളുടെ പുറകെ നിന്ന് പോയിട്ടുണ്ടാവും, ഉറപ്പായിട്ടും പോയിട്ടുണ്ടാവും. ഇങ്ങനെയുള്ള ഒരു ആണിനെ വിശ്വസിക്കാനേ പറ്റത്തില്ല, 100% വിശ്വസിക്കാനേ പറ്റത്തില്ല. ഉറപ്പായിട്ടും മറ്റൊരു പെണ്ണിനെ തേടി പോയിട്ടുണ്ടാവും. ആ ഒരു വ്യക്തിയുടെ പേര് നീ തന്നെ ചൂണ്ടിക്കാണിക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ആ മാന്യനെ മുഖം മൂടി അഴിച്ച് പുറത്തേക്ക് കൊണ്ടുവരിക. ഇന്ന് നിനക്ക് കിട്ടുന്ന ശിക്ഷയിൽ ഒരു പങ്ക് അവനും കൂടെ അർഹതപ്പെട്ടതാണ്, ഉറപ്പായിട്ട് അവനും കൂടെ അർഹതപ്പെട്ടതാണ്. ആ മാന്യനെ പുറത്തു കൊണ്ടുവരിക. ആ മാന്യനെ രക്ഷിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഈ ലോകത്ത് ഇങ്ങനെയുള്ള ആണുങ്ങൾ കുറേയുണ്ട്. നമുക്കൊന്നും അവരെയൊന്നും തിരുത്താൻ പറ്റത്തില്ല കേട്ടോ, ഒരിക്കലും തിരുത്താൻ പറ്റത്തില്ല, കുറേയുണ്ട്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ജോലിക്കെന്ന് പറഞ്ഞ് പോകുന്ന പെൺകുട്ടികൾ വളരെയധികം സൂക്ഷിക്കുക. പഠിക്കാനെന്നും ജോലിക്കെന്നും പറഞ്ഞ് പോകുന്ന പെൺകുട്ടികൾക്ക് ഇതാണോ ജോലി? ഇന്ന് ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ പാർക്കിൽ പോയിരുന്നു. കുറച്ച് ദിവസമായി കേട്ടോ, 1 മാസത്തോടെ അടുപ്പിച്ചായി പാർക്കിൽ പോയിരുന്നു. അവിടെ നമ്മൾ പാർക്കിൽ കാണുന്ന മൊത്തവും ഈ ഒരു സ്റ്റേജിലുള്ള ആൺകുട്ടികളെയാണ് പാർക്കിൽ നമ്മൾ കാണാൻ സാധിക്കുന്നത്. പക്ഷെ അവരോട് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല കേട്ടോ. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് എൻ്റെ ഇഷ്ടമല്ലേ, നിങ്ങളാരാണ് ചോദിക്കാൻ എന്നുള്ള രീതിയിലാണ് കൊച്ചുങ്ങൾ നമ്മളോട് തിരിച്ച് ക്വസ്റ്റ്യൻ ചോദിക്കുക. അതുകൊണ്ട് നമ്മളൊന്നും അങ്ങോട്ട് ചോദിക്കുകയൊന്നും ചെയ്തിട്ടില്ല. എന്നാലും അവരോടൊക്കെ പറയാനുള്ളത്, ഇവരെയൊക്കെ വളരെ സൂക്ഷിക്കുക. നിങ്ങളുടെ ഒരു പാർട്ട്
ആഗ്രഹിച്ച് വരുന്നതാണെങ്കിൽ അവരെ വളരെ വളരെ സൂക്ഷിക്കുക. കല്യാണത്തിന് കഴിക്കാം എന്നുള്ള ആഗ്രഹത്തോടെ വരുന്നവർ വീട്ടിലെ പേരൻസുമായിട്ട് സംസാരിക്കുക. അങ്ങനെ പോകുന്നവരെ പിന്നും വിശ്വസിക്കാം. പക്ഷേ ഈ ഒരു ലെവലിൽ വരുന്നവരെ ഒട്ടും വിശ്വസിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് വളരെ 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 നിങ്ങൾ സൂക്ഷിക്കുക എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഈ ഒരു കുട്ടിയെ സംബന്ധിച്ച് പാവപ്പെട്ട ഒരു വീട്ടിലെ കുട്ടിയാണ്. അമ്മയ്ക്ക് ബുദ്ധി സ്വാധീനം ഇല്ലെന്നാണ് ഞാൻ കേട്ടറിഞ്ഞത്. അപ്പോൾ മറ്റ് കുടുംബത്തിലെ അച്ഛൻ സഹോദരങ്ങളൊക്കെ ഉള്ള ഒരു കൊച്ചാണ്. അപ്പോൾ അവരിന്ന് ഏതൊരു അവസ്ഥയിലായിരിക്കും കടന്നു പോകുന്നതെന്നൊന്ന് ആലോചിച്ചോ. അവർ പുറത്തിറങ്ങി നടക്കാൻ എന്തുമാത്രം പ്രയാസപ്പെടുന്നുണ്ടാവും. എൻ്റെ മോളെ ഇങ്ങനെ ചെയ്തല്ലോ എന്ന് പറഞ്ഞിട്ട് പുറത്തിറങ്ങി നടക്കാൻ ഒരുപാട് പാടുപെടുന്നുണ്ടാവും. ഈ അച്ഛനായ ബന്ധുക്കളും ചോദിച്ചപ്പോൾ, വയറിൻ്റെ കാര്യം ചോദിച്ചപ്പോൾ വയറ്റിൽ കൊഴുപ്പടിഞ്ഞു കൂടിയിരിക്കുകയാണ് എന്നാണ് ഈ കുട്ടി പറഞ്ഞത്. അത്രയും മാത്രം കള്ളത്തരങ്ങൾ പറയാൻ അറിയാമെന്നുള്ള ഒരു കുട്ടിയാണ്. അവൾക്ക് എന്തായാലും അറിയാം ഈ ഒരു സംഭവം. അപ്പോൾ പേരൻസ് ചോദിച്ചപ്പോൾ കൊഴുപ്പടിഞ്ഞു കൂടിയിരിക്കുകയാണെന്ന് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികളെ എങ്ങനെയാണ് വിശ്വസിക്കുക? ജോലിക്കെന്ന് പറഞ്ഞു പോയ കുട്ടി തിരിച്ചു വരുന്നത് ഒരു കുഞ്ഞുമായിട്ട് വയറ്റിൽ. അത് ചോദിച്ചപ്പോൾ കൊഴുപ്പടിഞ്ഞു കൂടിയിരിക്കുകയാണ്. തിരിച്ച് വയറുവേദന കാരണം ഹോസ്പിറ്റലിൽ ചെന്ന് അഡ്മിറ്റായി കുഞ്ഞിനെ ശുചിമുറിയിൽ പ്രസവിച്ച് അതിൻ്റെ കുടൽവള്ളികൾ കൈകൊണ്ട് മുറിച്ച് മാറ്റി ജനലഴികളികൾ കൂടി പുറത്തേക്ക് വലിച്ചെറിഞ്ഞിരിക്കുകയാണ് ഈ ഒരു പെൺകുട്ടി ഇന്ന് സമൂഹത്തോട് ചെയ്തതാണ്. അതുകൊണ്ട് വളരെയധികം നമ്മുടെ ഓരോ മക്കളെയും സൂക്ഷിക്കുക, ശ്രദ്ധിക്കുക. പഠനത്തിനായിട്ട് പുറത്ത് പോയി നിന്ന് പഠിക്കുന്ന കുട്ടികളായാലും സ്വയം തൊഴിലിനു വേണ്ടി പോയിരിക്കുന്ന കുട്ടികളായാലും ആര് തന്നെ ആയിരുന്നാലും ഓരോ ആൾക്കാരോട് സംസാരിക്കുമ്പോഴും ഓരോ മനുഷ്യരായിട്ട് ഫ്രണ്ട്ഷിപ്പ് കൂടുമ്പോഴും വളരെയധികം ശ്രദ്ധിക്കുക. അവരെന്ത് ഉദ്ദേശത്തിലാണ് നമ്മുടെ അടുത്തടുത്ത് വരുന്നതെന്ന് വളരെ വളരെയധികം ശ്രദ്ധിക്കുക. ഒന്നിൽ കൂടുതലധികം നമ്മളെ വീണ്ടും വീണ്ടും അവർ കവർ ചെയ്ത് നമ്മളടുത്തേക്ക് വരുന്നുണ്ടെങ്കിൽ അവരുടെ ഉദ്ദേശം നല്ലതല്ല. അത് നമ്മൾ വ്യക്തമായിട്ട് തിരിച്ചറിയുക എന്ന് തന്നെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. കൂടുതലും അവരെ ശ്രദ്ധിക്കുക. പേരൻസുമായിട്ട് പറയാനുള്ള കാര്യങ്ങളെല്ലാം, അതായത് ഇപ്പം മക്കളെ പേരൻസ് വളർത്തി കൊണ്ടുവരുന്ന ഫ്രണ്ട്ഷിപ്പിനെ പോലെയാണ്. അപ്പോൾ നിങ്ങൾ ആ ഫ്രണ്ട്ഷിപ്പ് തന്നെയാണ് അവരോട് കാണിക്കേണ്ടത്. ആര് എന്ത് പറഞ്ഞാലും അടുത്താലും നിങ്ങൾ അത് പറഞ്ഞും വീട്ടുകാരോടും സംസാരിക്കുക എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ നമ്മുടെ വീട്ടിലും മക്കളൊക്കെ ഉണ്ട്. അവരോടും നമ്മൾ രാവിലെ സ്കൂളിൽ പോകുമ്പോഴായാലും തിരിച്ചു വരുമ്പോഴായാലും എന്തൊക്കെയാണ് സ്കൂളിൽ നടക്കുന്നത്, എന്തൊക്കെയാണ് അവിടെ പഠിപ്പിക്കുന്നത്, ആരോടൊക്കെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ നമ്മളും ചോദിച്ച് മനസ്സിലാക്കുക. കുറച്ചൊക്കെ നമ്മൾ പേരൻസ് കുട്ടികളെ അടുത്ത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇന്ന് അതിനൊന്നും കൂടുതൽ പേരൻസിന് സമയമില്ല. കാരണം അച്ഛൻ ഒരു വഴിക്ക് ജോലിക്ക് ഇറങ്ങിപ്പോകുന്നു, അമ്മ മറ്റൊരു വഴിക്ക് ജോലിക്കെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകുന്നു, മക്കളുടെ രീതിക്ക് പോകുന്നു. അതുകൊണ്ടാണ് ഇന്ന് ഈ സമൂഹത്തിൽ ഇത്രയും പ്രശ്നങ്ങൾ വരാൻ കാരണവും. കുറച്ച് സമയം മക്കൾക്ക് വേണ്ടി മാറ്റി വയ്ക്കുക. മക്കൾക്ക് പറയാനുള്ളത് എന്താണെന്ന് കേൾക്കാൻ നിന്നു കൊടുക്കുക പേരൻസ്. ഇതൊക്കെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ ഇനി നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് വഴി അറിയിക്കുക. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.